ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്യുകയും ചെയ്യണം. അവസാന വട്ടം റിവിഷൻ ചെയ്യാനായി ഷോർട്ട് നോട്ടുകൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കണം. റാങ്ക് ഉറപ്പിക്കാനും ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ സമീപിക്കാനും മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യണം. മാതൃകാ ചോദ്യങ്ങൾ പരിശീലിക്കണം. പരീക്ഷാ ഹാളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ തിരുത്താനായി മോക്ക് ടെസ്റ്റുകളോ ടെസ്റ്റ് സീരീസുകളോ ചെയ്ത് തയ്യാറെടുക്കാം. പരീക്ഷയുടെ വിജയം തീരുമാനിക്കുന്നത് അറിവ് മാത്രമല്ല, ആത്മവിശ്വാസം കൂടിയാണ്. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ പുറകിലല്ല. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിജയപരാജയത്തെ തീരുമാനിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകേണ്ടതും പഠിക്കാനുള്ള മോട്ടിവേഷൻ നൽകേണ്ടതും ഈ ഒരു കാര്യം മാത്രമാണ്. ഇന്നത്തെ ഒരു ദിവസം അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇതുവരെയുള്ള നിങ്ങളുടെ പരാജയങ്ങളല്ല, ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ തൊട്ടു മുമ്പിലുള്ള വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക. ആ വിജയം മാത്രം മുൻപിൽ കാണുക. യുവർ സ്ട്രോങ് റിസർവ് വിൽ ബിക്കം യുവർ സക്സസ്ഫുൾ റിയാലിറ്റി. അതിന് ഏറ്റവും മികച്ച നോട്ട്സും മോക്ക് ടെസ്റ്റും ക്ലാസുകളുമായി KS റാങ്കർ എപ്പോഴും കൂടെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് ടു യുവർ സക്സസ്. പിന്നെ ഓരോ ദിവസവും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനായി ഈ വീഡിയോ എന്നും രാവിലെ ഒന്ന് കണ്ടോളൂ. ഇന്ന് എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മോഡേൺ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന നോട്ട്സ് അത് 10th ലെവൽ കോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ കോഴ്സിൻ്റെയും, ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് 2026, ഈ രണ്ട് എക്സാമുകൾക്ക് 10th ലെവൽ കോമൺ പ്രിലിംസ് 2026 ഇതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള നോട്ടുകൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ ഓൾറെഡി ഈ രണ്ട് കോഴ്സുകളിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ നോട്ടുകൾ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളായിരിക്കും അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോംപ്രഹെൻസീവ് ആയിട്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ നോട്ടിലായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം ആ നോട്ടും കൂടെ വായിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. തീർച്ചയായിട്ടും ക്ലാസ്സിൽ മാക്സിമം കാര്യങ്ങൾ, എക്സാം റെലവൻ്റ് ആയിട്ട് വരുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നോട്ടും കൂടെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്ക്, നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നോട്ട്സും കൂടെ നോക്കി പഠിക്കേണ്ടതാണ്. അപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസ് ബാച്ചിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം രണ്ട് നോട്ടുകളും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ 10th ലെവൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള നോട്ടുകൾ അവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കോഴ്സുകളും ഏതൊക്കെ കോഴ്സുകൾക്കാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നും അക്കോർഡിംഗ്ലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നോട്ടുകൾ തന്നെ നോക്കുന്ന സമയത്ത് നോട്ടുകളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റുകളും കൂടെ അവിടെ കൊടുക്കുന്നതായിരിക്കും. ആ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ ഓരോ ടെസ്റ്റുകൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആ ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഭാഗവും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 10th ലെവൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാൽ അതേസമയം ഡിഗ്രി ലെവൽ ആകുന്ന സമയത്ത് കുറച്ചുകൂടെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് വരുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ സെഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻഫോം ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നോട്ട്സിൻ്റെ കാര്യം ഒരിക്കലും മറക്കരുത്. കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗാന്ധിയൻ യുഗമാണ്. മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതും അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ദേശീയ വിപ്ലവങ്ങളും അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മെൻറ്റർഷിപ്പ് ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഈ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, കണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തറവായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗാന്ധിയൻ യുഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ദിശ നിർണ്ണയിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ പലതായിക്കൊണ്ട് പല കഴിവഴികളായിട്ട് പിരിഞ്ഞ്
നടന്നിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ ഏകീകരിച്ചുകൊണ്ട് ഒരേ ദിശയിലേക്ക് നടത്തിയ അല്ലെങ്കിൽ വിവിധ നേതാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വപ്നത്തിനെ ഒരു ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മോഡേൺ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആധുനിക ഇന്ത്യ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് നേതാക്കളും അവരുടെ ഭാഗമായി കൊണ്ടുവരുന്ന ഒരുപാട് മുന്നേറ്റങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് സ്വദേശി മൂവ്മെൻറ്റ് കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്സ്ട്രീമിസ്റ്റ് എന്നും മോഡറേറ്റുകൾ എന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോഡറേറ്റ്സുകൾ മിതവാദികളെന്നും അതുപോലെ തന്നെ തീവ്ര ദേശീയവാദികളെന്നും രണ്ടായിട്ട് പിരിയുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്ന ഈ രണ്ട് ഗ്രൂപ്പുകൾ പിന്നീട് സമ്മേളിക്കുന്നത് 1916 ഓക്കെ, 1916 ശേഷമാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകൾ ഒരുമിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാൽ അതിനുശേഷം ഈ ഒരു 1917 അല്ലെങ്കിൽ 1919 രണ്ട് വേണേലും നമുക്ക് പറയാം. 1917 ഞാൻ പറയാൻ കാരണം ആ ഒരു 1917 മുതലാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് ഒരു പൊതു അപ്പിയറൻസ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് തുടങ്ങുന്നത്. എന്നാൽ ദേശീയ സമരത്തിലേക്ക് നേരിട്ട് മഹാത്മാഗാന്ധി വരുന്നത് 1919 ശേഷമാണ്. റൗലത്ത് ആക്റ്റും അതിനെ തുടർന്നുള്ള സംഭവങ്ങളിലുമാണ് മഹാത്മാഗാന്ധി നേരിട്ട് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖമായിട്ട് മാറുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് 1919 ശേഷം പ്രധാനമായിട്ടും ഒരു രീതിയിൽ മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ടേക്ക് പോകുന്നത്. അത് ഗാന്ധിയൻ പ്രക്ഷോഭങ്ങളായിട്ടാണ്. ഓക്കെ, ഗാന്ധിയൻ പ്രക്ഷോഭങ്ങളായിട്ടാണ് അല്ലെങ്കിൽ ഗാന്ധിയുടെ സമരമാർഗങ്ങളിലൂടെയാണ് 1919 ശേഷം ഇന്ത്യയുടെ ദേശീയ മുന്നേറ്റങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാൽ ഗാന്ധിയൻ സമരങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അവിടെ അതിൻ്റെ കൂടെ തന്നെ ഇൻഡിവിജ്വൽ ഹീറോയിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ഹീറോയിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. എന്നാലും പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിയൻ സമരങ്ങളായിരുന്നു. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഒരു ലോയർ ആയിരുന്നു, ലണ്ടനിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം അബ്ദുള്ള ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അങ്ങനെ 1893 സൗത്ത് ആഫ്രിക്കയിലേക്ക് മഹാത്മാഗാന്ധി പോകുന്നുണ്ട്. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലാണ് പിന്നീട് അദ്ദേഹം തൻ്റെ ജീവിതം ചെലവഴിക്കുന്നത്. ഏകദേശം ഒരു 15 വർഷത്തിൻ്റെ അടുത്തുള്ള കാലഘട്ടം എന്തായാലും അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ 1893 മുതൽ 1915 വരെ വരുന്ന കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 15ഉം ഇവിടുന്ന് ഒരു 7ഉം ഏകദേശം 20+ വർഷം, അതായത് 20 വർഷത്തിൽ കൂടുതൽ കാലഘട്ടം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1893 അങ്ങോട്ടേക്ക് പോകുന്ന സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന ഗാന്ധിജി പിന്നീട് നമ്മുടെ ഇന്ത്യയിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്നത് 1915 ആ വർഷം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. 1915 അദ്ദേഹം തൻ്റെ സൗത്ത് ആഫ്രിക്കയിലുള്ള സേവനങ്ങൾ മതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ സൗത്ത് ആഫ്രിക്കൻ ജീവിതം മതിയാക്കിക്കൊണ്ട് പിന്നീട് ഇന്ത്യയിലേക്ക് പൂർണ്ണമായിട്ട് വരുന്നത്. എന്നാൽ അതിനു മുമ്പും പല തവണയായിട്ട് മഹാത്മാഗാന്ധി ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 1901 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി പങ്കെടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം എന്ന് പറയുന്നതും 1901 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പലതവണ ഇന്ത്യ വന്ന് സന്ദർശിച്ചിട്ട് പോയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. എന്നാലും പൂർണ്ണമായിട്ട് സൗത്ത് ആഫ്രിക്കയിലുള്ള തൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് 1915 അദ്ദേഹം മടങ്ങി വരുന്ന ഡേറ്റ് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അത് ജനുവരി 9 ഓക്കെ, ജനുവരി 9 അദ്ദേഹം തിരിച്ചെത്തുന്നത് 1915. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 9 പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഓക്കെ, പ്രവാസി ദിനമായിട്ട് നമ്മൾ ജനുവരി 9 ആചരിക്കുന്നുണ്ട്. അതിന് കാരണം ഇന്ത്യ കണ്ട ഏറ്റവും പ്രസിദ്ധനായ ഇന്ത്യയുടെ പുത്രനായ മഹാത്മാഗാന്ധി തൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് ജനുവരി 9 1915 അതുകൊണ്ടാണ് ആ ഡേറ്റിനെ നമ്മൾ പ്രവാസി ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത്. ഓക്കെ, യെസ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. ജനുവരി 9 അപ്പോൾ ആ ദിവസം എന്ത് ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡേറ്റ് ആണ്.
ഓക്കെ, യെസ്. ഇനി നമ്മൾ ഗാന്ധിയുടെ, മഹാത്മാഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള, ദക്ഷിണാഫ്രിക്കയിലുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് എത്തുന്നത് മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. കാരണം അതാണ് എക്സാമിനേഷനിൽ കൂടുതലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നോട്ട് ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കാം. അതിൻ്റെ ക്ലാസ് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, എടുക്കുകയും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്, കവർ ചെയ്ത് പോവാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഭാഗം ജസ്റ്റ് ഒന്ന് അവിടെ സ്കിപ്പ് ചെയ്തത്. എടുക്കില്ല എന്നല്ല പറയുന്നത്, കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ആ ക്ലാസ്സും കൂടെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. അങ്ങനെ 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. ഓക്കെ, മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ 1893 മുതൽ 1914 വരെ വരുന്ന കാലഘട്ടം. കാരണം 1915 ജനുവരി 9 അദ്ദേഹം എത്തുന്നുണ്ട്. അപ്പോൾ 1915 ആകുന്ന സമയത്ത് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ 1914 വരെ വരുന്ന കാലഘട്ടം അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 21ഓളം വർഷം പൂർണ്ണമായിട്ടും അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അതിനുശേഷം 1915 ഇന്ത്യയിലേക്ക് എത്തുന്ന മഹാത്മാഗാന്ധി ആദ്യം തന്നെ കണ്ടുമുട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ അദ്ദേഹം ചെന്ന് സന്ദർശിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. ഇന്ത്യയുടെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയെ ഒരു കാര്യം ഉപദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായിക്കൊണ്ട് സമരം ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് അതിൽ പ്രാഗൽഭ്യമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവൻ താങ്കൾ നടന്ന്, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ താങ്കൾ സന്ദർശിക്കണം. ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തിന് ഉപദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 1915 മുതൽ 1917 വരെ വരുന്ന തൻ്റെ കാലഘട്ടം മഹാത്മാഗാന്ധി ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഈ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു പൊതുസമ്മേളനങ്ങളിലും പൊതുവായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലും മഹാത്മാഗാന്ധി ഇടപെടുന്നില്ല. അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വയ്ക്കണം. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഉപദേശപ്രകാരമാണ് ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 വർഷക്കാലത്തോളം മഹാത്മാഗാന്ധി ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വയ്ക്കണം. ഇനി മഹാത്മാഗാന്ധി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള പോരാട്ടമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിന് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധമതവും അതുപോലെ തന്നെ ജൈനമതത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാവീണ്യവും ആ മതങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മമതയുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മതങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്, ആ മതങ്ങളിൽ നിന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ്റെ പുറത്ത് അദ്ദേഹം അഹിംസ എന്ന് പറയുന്ന നോൺ വയലൻസ് എന്ന് പറയുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരാളെ ഒരു തരത്തിലും ഹിംസിക്കരുത്, മറ്റൊരാളെ ഒരു തരത്തിലും ദ്രോഹിക്കരുത് എന്ന ഒരു പുതിയ സമര ആയുധം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഈ ആയുധം ഓൾറെഡി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായിക്കൊണ്ട് ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ച ഒരു മാർഗ്ഗമാണ്. അതാണ് പിന്നീട് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യയിലേക്കും കൊണ്ടുവരുന്നത്. അപ്പം അഹിംസയിലും സത്യാഗ്രഹത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തത്വചിന്ത ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ ഇവിടെ പറഞ്ഞ സമയത്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ആദ്യമായിട്ട് സന്ദർശിച്ച വ്യക്തി എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയെ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖല ദക്ഷിണാഫ്രിക്കയിൽ പോയ സമയത്ത് മഹാത്മാഗാന്ധിയെ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് 1912 1912 ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ ക്ഷണപ്രകാരം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടോൾസ്റ്റോയ് ഫാമൊക്കെ അവിടെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കുറച്ച് കഴിയുന്ന സമയത്ത് പഠിക്കും. അപ്പോൾ 1912 അങ്ങനെ പോകുന്ന സമയത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയെ അവിടെ പോയിട്ട് സന്ദർശിക്കുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. 1912 ഗോപാലകൃഷ്ണ ഗോഖലെ സൗത്ത് ആഫ്രിക്കയിൽ പോയ സമയത്ത് അദ്ദേഹം അവിടെ ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നുണ്ട്. അതുപോലെ 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം പോയി കാണുന്ന രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വെക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്.
ദെൻ അതിനുശേഷം ആദ്യമായിക്കൊണ്ട് മഹാത്മാഗാന്ധി ഒരു പൊതുസമ്മേളനത്തിൽ വരുന്നത്, ഒരു പൊതുസമ്മേളനമാണ്, പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമരമല്ല. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വരുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഒരു ഉദ്ഘാടന ചടങ്ങിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു പൊതുവേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു സമയത്താണ്. ദെൻ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ച രാഷ്ട്രീയ നേതാവ് അത് മദൻ മോഹൻ മാളവിയാണ്. മദൻ മോഹൻ മാളവിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നത്. പണ്ട് അതിൻ്റെ പേര് സെൻട്രൽ ഹിന്ദു കോളേജ് എന്നായിരുന്നു. പിന്നീട് അത് ബനാറസ് ഹിന്ദു സർവകലാശാലയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബനാറസ് ഹിന്ദു സർവകലാശാല അല്ലെങ്കിൽ സെൻട്രൽ ഹിന്ദു കോളേജ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് മദൻ മോഹൻ മാളവി ആയിരുന്നു. ആ സെൻട്രൽ ഹിന്ദു കോളേജിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് തരുന്നത് ബനാറസ് ഹിന്ദു കോളേജ് അല്ലെങ്കിൽ സർവകലാശാല എന്നായിരിക്കില്ല, സെൻട്രൽ ഹിന്ദു കോളേജ് എന്നായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഹിന്ദു സർവകലാശാല എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. യെസ്. അപ്പോൾ അവിടെ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്, 1905 സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് മിതവാദികളായിട്ടുള്ള ആൾക്കാരായിരുന്നു, മോഡറേറ്റുകളായിരുന്നു. 1905 വരെ ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രധാനമായിട്ടും നയിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ സുരേന്ദ്രനാഥ് ബാനർജി, WC ബാനർജിയെ പോലെയുള്ള ആൾക്കാർ, ഗോപാലകൃഷ്ണ ഗോഖലെ പോലെയുള്ള ആൾക്കാർ, ഫിറോസ് ഷാ മേത്തയെ പോലെയുള്ള ആൾക്കാർ, അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു മിതവാദികളായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ മിതവാദികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസമുള്ള, അതുപോലെ തന്നെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന, ഉയർന്ന ജാതിയിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു മിതവാദികളായിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രമായിരുന്നു അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സ്വാധീനമുണ്ടായിരുന്നത്. അപ്പോൾ 1905 ശേഷം, ബംഗാൾ പാർട്ടീഷന് ശേഷമാണ് തീവ്ര ദേശീയവാദികൾ മുന്നോട്ടേക്ക് വരുന്നത്. അതായത് ലാൽപാൽ ത്രയം മുന്നോട്ടേക്ക് വരുന്നത് ഈ ഒരു സമയത്താണ്. അതിനുശേഷമാണ് ഒരു മാസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ജനകീയ സമരം എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ സമരങ്ങൾ മാറുന്നത്. അതുവരെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. എന്നാൽ 1905 ശേഷവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതൊരു എലൈറ്റ് സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ജനവിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് തന്നെയാണ് 1905 മുതൽ 1919 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിച്ചു വരുന്നത്. അതിന് കാരണം നിങ്ങൾക്കറിയാം, 1907 ആകുന്ന സമയത്ത് 1907 ആകുന്ന അതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്പ്ലിറ്റ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അതിനുശേഷം 1907 മുതൽ 1916 വരെ മോഡറേറ്റുകൾ മാത്രമാണ് അവിടെ വരുന്നത്. 1916 ശേഷമാണ് വീണ്ടും എക്സ്ട്രീമിസ്റ്റുകൾ വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1919 മഹാത്മാഗാന്ധിയുടെ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മഹാത്മാഗാന്ധി ഇടപെടുന്നത് വരെ ഒരു എലൈറ്റ് സ്വഭാവം അല്ലെങ്കിൽ ഉയർന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിനെ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രസംഗത്തിൽ മഹാത്മാഗാന്ധി വിമർശിക്കുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അപ്പം ഇത് എവിടെ വെച്ചിട്ടാണ് മഹാത്മാഗാന്ധി ഇങ്ങനെ വിമർശിച്ചത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ 1916 ഉദ്ഘാടന ചടങ്ങിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എലൈറ്റ് സ്വഭാവത്തിനെ മഹാത്മാഗാന്ധി വിമർശിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അപ്പോൾ ഗ്രാമീണമായിട്ടുള്ള ആൾക്കാരെയും ദരിദ്രരെയും ഉൾക്കൊള്ളുന്ന ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയെടുക്കണം എന്നുള്ളത് അന്ന് തന്നെ മഹാത്മാഗാന്ധിയുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായിട്ടും ഒന്ന് ഓർത്തു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. യെസ്. ഇനി മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കുറച്ച് സമരങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ട് മഹാത്മാഗാന്ധി ഇടപെട്ടിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില സമരങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, 1915 എത്തിയതിന് ശേഷം 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഉദ്ഘാടന പരിപാടിയിൽ ഒരു ഇനാഗുറേഷൻ സെഷനിൽ പങ്കെടുത്തു എന്നല്ലാതെ പിന്നീട് മഹാത്മാഗാന്ധി ഒന്നും ചെയ്യുന്നില്ല. 1917 ആകുന്ന സമയത്ത് ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ഒരു പ്രദേശം വരുന്നുണ്ട്. ആ പ്രദേശത്ത് കർഷകരുടെ
പ്രശ്നങ്ങളിൽ ആണ് ആദ്യമായിട്ട് മഹാത്മാഗാന്ധി പങ്കെടുക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ദേശീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രക്ഷോഭം അല്ലെങ്കിൽ കർഷക സമരം ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദേശീയ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ, ആഗോള മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു നീലം കൃഷി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. വസ്തുക്കൾക്കൊക്കെ അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്കൊക്കെ കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നീലം കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീലം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നീലം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൃഷി ചെയ്യുന്ന മുഴുവൻ ഭാഗത്തിൻ്റെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 1/4 ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 ഭാഗത്ത് ഈ രൂപത്തിൽ നീലം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മൊത്തം കൃഷിയുടെ 20 ഭാഗത്തും അവർ നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്നുണ്ട്. ഈ നീലം കൃഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലം കൃഷി എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പാണ്, ഒരു വാണിജ്യ വിളയാണ്. ഓക്കെ, വാണിജ്യ വിളയാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ വാണിജ്യ വിള ആയതുകൊണ്ട് തന്നെ അതൊരു ഫുഡ് ക്രോപ്പ് അല്ല, ഓക്കെ, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വിളയല്ല, മറിച്ചൊരു വാണിജ്യ വിളയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ടുള്ള ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനം കുറയാൻ അത് കാരണമാകും. അത് പോവേർട്ടി, അതുപോലെ തന്നെ പട്ടിണി, ഇതിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കുക. നമുക്ക് കുറച്ച് കഴിയുമ്പം ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് 1917 സമയത്തൊക്കെ നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ ഇത് പിന്നീട് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ബ്രിട്ടീഷുകാർ തയ്യാറാകുന്നില്ല. അതോടുകൂടിയിട്ട് ഈ നീലം കൃഷി ചെയ്ത ആൾക്കാർക്കെല്ലാം അവർ നിർബന്ധിച്ചാണ് അവരെ കൊണ്ട് കൃഷി ചെയ്യുന്നത്, പക്ഷേ ആ കൃഷിയുടെ വിളവ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടാണ് ചമ്പാരനിൽ 1917 സത്യാഗ്രഹം നടക്കുന്നത്. അങ്ങനെ അത് രാജ്കുമാർ ശുക്ലയുടെ ക്ഷണപ്രകാരമാണ് മഹാത്മാഗാന്ധി ചമ്പാരനിലേക്ക് എത്തുന്നത്. എന്നാൽ ചമ്പാരനിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഗാന്ധിജിയോട് അവിടെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി മടങ്ങി പോകുന്നില്ല. അദ്ദേഹം ചമ്പാരനിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ വിഷയത്തിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന കർഷകരുടെ അടുത്താണ് നീതി അല്ലെങ്കിൽ കർഷകരുടെ അടുത്താണ് ന്യായം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം മഹാത്മാഗാന്ധി നിൽക്കുന്നുണ്ട്. കർഷക സമരങ്ങളൊക്കെ അദ്ദേഹം നയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ നിയമലംഘന സമരം എന്ന് പറയുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, CDM, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിയമലംഘന സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇതിൻ്റെ ഒരു വലിയ രൂപമായിരുന്നു 1930 ഉണ്ടായിട്ടുണ്ടായിരുന്ന നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിയമലംഘന പ്രസ്ഥാനം മഹാത്മാഗാന്ധി നടത്തുന്നത് ചമ്പാരനിൽ 1917 പിന്നീട് 1930 ദണ്ഡി മാർച്ചൊക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും നിയമലംഘന സമരങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വെക്കണേ. ആദ്യത്തെ നിയമലംഘന സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ മഹാത്മാഗാന്ധിയും ഈ സമരത്തിൻ്റെ ഭാഗമായതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേറെ നിവൃത്തിയില്ലാതെ അവർ ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വിഷയം പഠിക്കാൻ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. അതിൽ മഹാത്മാഗാന്ധിയെയും ഒരു അംഗമായിട്ട് അവർ അവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഒരു അംഗമായിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ഇവിടെ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ പറയുന്ന പോലെ നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാർഷിക രീതിയെ പറയുന്ന പേരാണ് തിൻ കത്തിയ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, തിൻ കത്തിയ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, തിൻകത്തിയ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിൻകത്തിയ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലെ നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യുന്ന ആ ഒരു കാർഷിക വ്യവസ്ഥാ രീതിയെ പറയുന്ന പേരാണ് തിൻകത്തിയ സിസ്റ്റം എന്ന് പറയുന്നത്. അത് വരുന്നത് ബീഹാറിലാണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. ബീഹാറിലാണ് ഈ പറയുന്ന തിൻകത്തിയ സിസ്റ്റം ഓഫ് കൾട്ടിവേഷൻ വരുന്നത്, അല്ലെങ്കിൽ തിൻകത്തിയ കൃഷി രീതി വരുന്നത് ബീഹാറിലാണ്. ആ തിൻകത്തിയ കൃഷി രീതിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം കാരണം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് മഹാത്മാഗാന്ധിയും ഈ പറയുന്ന കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബീഹാറിലെ തിൻകത്തിയ സമ്പ്രദായം അവസാനിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നീലം കർഷകരിൽ നിന്ന് ഈ പറയുന്ന നീലം ബ്രിട്ടീഷുകാർ വാങ്ങിക്കാത്തത് കൊണ്ട് അതിൻ്റെ നഷ്ടപരിഹാരമായിക്കൊണ്ട് 25%
തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 25%, അതായത് ടോട്ടലായിട്ട് വരുന്ന അനധികൃതമായിട്ട് ബ്രിട്ടീഷുകാർ ഇവരിൽ നിന്ന് പിരിച്ചെടുത്തുള്ള എമൗണ്ടിൻ്റെ 25%-ഓളം തിരികെ നൽകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവസാനം ഈ ഒരു സമരം അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കർഷകർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതോടുകൂടിയിട്ട് ബീഹാറിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും ചമ്പാരനിലുള്ള ആളുകൾക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വിശ്വാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന ചമ്പാരൻ ആയാലും ഗേദയായാലും അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആയാലും ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരത്തിലൂടെ മഹാത്മാഗാന്ധി എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയമാണ് നമ്മൾ കാണുന്നത്. അപ്പം ചമ്പാരൻ എന്ന് പറയുന്നത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഗേദയിലും അതുപോലെ തന്നെ അഹമ്മദാബാദിലും ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാരെ മുട്ടുകുത്തിക്കാൻ സാധിക്കുന്നതിലൂടെ ഒരു ദേശീയ നേതാവായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഈ പറയുന്ന 3 പ്രദേശങ്ങളും, ഇപ്പോൾ ചമ്പാരൻ ആയാലും ഗേദയായാലും അതുപോലെ തന്നെ അഹമ്മദാബാദ് ആയാലും, ഈ 3 സ്ഥലങ്ങളും സന്ദർശിക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അതിലാദ്യം ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് വരുന്ന സമയത്ത് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ നർഹരി പരേഖ്, JB കൃപലാനി എന്നിവർ. ഈ പറയുന്ന 3 പേരായിരുന്നു ചമ്പാരനിൽ ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. രാജേന്ദ്ര പ്രസാദ്, നർഹരി പരേഖ്, JB കൃപലാനി, ഇവരെല്ലാവരും മഹാത്മാഗാന്ധിയെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി അതിനുശേഷം മഹാത്മാഗാന്ധി പിന്നീട് പോകുന്നത് ഗുജറാത്തിലേക്കാണ്. ഓക്കെ, ഗുജറാത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. ഗുജറാത്തിൽ പ്രധാനമായിട്ടും 2 സമരങ്ങൾ വരുന്നുണ്ട്. ഒന്ന് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് വരുന്നുണ്ട്, രണ്ടാമത്തത് ഗേദ സത്യാഗ്രഹം വരുന്നുണ്ട്. ഓക്കെ, ഗേദ സത്യാഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 1917 കാലഘട്ടം. നമ്മൾ നോക്കുന്ന സമയത്ത് 1914 മുതൽ 1919 വരെ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന വേൾഡ് വാർ 1 നടന്നിട്ടുണ്ടായിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ വേൾഡ് വാർ 1 നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം യൂറോപ്പിൽ കാര്യമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. യൂറോപ്പിൽ പ്രൊഡക്ഷൻ ഒന്നും നടക്കില്ല. കാരണം യൂറോപ്പ് എന്ന് പറയുന്നത് ആകെ മൊത്തം യുദ്ധക്കളമായിട്ട് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇൻഡസ്ട്രീസ് ഒന്നും പ്രവർത്തിക്കില്ല. കാരണം ഇൻഡസ്ട്രീസ് ഒക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ബോംബ് വന്ന് വീഴുക അല്ലെങ്കിൽ എപ്പോഴാണ് അറ്റാക്ക് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിൽ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നോർമലി ഇത്തരത്തിലുള്ള ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നായിരുന്നു അവർ പ്രധാനമായിട്ടും അവർക്ക് പ്രൊഡക്ഷൻസ്, അവർക്ക് വസ്തുക്കൾ നിർമ്മിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് 1917 കാലഘട്ടമാകുന്ന സമയത്ത് ഗുജറാത്തിൽ പ്ലേഗ് പിടിപെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പ്ലേഗ് പിടിപെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പ്ലേഗ് പിടിപെട്ടതോട് കൂടിയിട്ട് ആളുകൾ സ്വാഭാവികമായിട്ടും ജോലിക്ക് വരാൻ വിസമ്മതിക്കുന്നുണ്ട്. ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ തയ്യാറാകുന്നില്ല. അപ്പം അങ്ങനെ തൊഴിലാളികൾ തയ്യാറാകാത്തത് കൊണ്ട് ബ്രിട്ടീഷുകാർ ബോണസ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ പറയുന്ന 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് പ്ലേഗ് പിടിപെടും എന്ന് ഉറപ്പുണ്ട്. ഓക്കെ, കാരണം എന്താണ്, എല്ലാവരുടെ ഇടയിലും പ്ലേഗ് വരുന്നുണ്ട്. അന്ന് ഇന്നത്തെ പോലെ വാക്സിൻ സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലേഗ് പിടിപെടും എന്നതിനെ അവഗണിച്ചുകൊണ്ട് ജോലിക്ക് വരാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം 75% ബോണസ് നൽകാം എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട്. അതനുസരിച്ചുകൊണ്ട് പല ആൾക്കാരും ജോലിക്ക് വരുന്നുണ്ട്, പല ആൾക്കാർക്കും പ്ലേഗ് പിടിപെടുന്നുണ്ട്, പല ആൾക്കാരും മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ കിട്ടുന്ന, അധികം കിട്ടുന്ന ആ ഒരു എമൗണ്ട് വിചാരിച്ചുകൊണ്ടാണ് അവരൊക്കെ ജോലിക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കുറച്ച് കാലഘട്ടം കഴിയുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ 1917 ആകുന്ന സമയത്ത് ഇത് പിൻവലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1917 ആകുന്ന സമയത്ത് ഇവർക്ക് നൽകി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലേഗ് പതുക്കെ ഒന്ന് അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇത് പിൻവലിക്കുന്നുണ്ട്. എന്നാൽ ഒറ്റയടിക്ക് ഇത് പിൻവലിച്ചതിനെ അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവർ പറഞ്ഞു ഈ 75% എന്നുള്ളതിനെ 50% അതിനെന്ത് ചെയ്യണം, തുടർന്ന് കുറച്ച് ദിവസങ്ങളും കൂടെ നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മില്ലിൻ്റെ ഉടമസ്ഥർ അവരെന്ത് ചെയ്യുന്നില്ല, അതിന് തയ്യാറാകുന്നില്ല. ബ്രിട്ടീഷുകാർ അതിന് തയ്യാറായിട്ട് വരുന്നില്ല. അപ്പം ഈ ഒരു ഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് ഹങ്കർ സ്ട്രൈക്ക് അല്ലെങ്കിൽ നിരാഹാര സമരം കിടക്കുന്നത്. ഓക്കെ, നിരാഹാര സമരം അല്ലെങ്കിൽ ഹങ്കർ സ്ട്രൈക്ക് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് ഇന്ത്യയിൽ ചെയ്യുന്നത് അഹമ്മദാബാദ് മിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. ആദ്യമായിട്ട് മഹാത്മാഗാന്ധി നിരാഹാര സമരം കിടക്കുന്നത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, യെസ്. അങ്ങനെ അഹമ്മദാബാദിൽ മഹാത്മാഗാന്ധി നിരാഹാരം കിടക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബ്രിട്ടീഷുകാർ തൊഴിലാളികൾക്ക് ഏകദേശം 35% വർധനവ് നൽകാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ശ്രീവിദ്യ ക്ലിയർ ആണ്. ഓക്കെ, രാഹുൽ ഓക്കെ, ഫൈൻ. ഓക്കെ,
അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സമരത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്ക് ആ ഒരു ബോണസ് നൽകാൻ വേണ്ടിയിട്ട് ഫൈനലി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ മില്ലിൻ്റെ ഉടമസ്ഥർ സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പിന്നീട് മഹാത്മാഗാന്ധി ഈ ഒരു സമരം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അഹമ്മദാബാദ് മിൽ സമരം അവസാനിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് 35% ശമ്പള വർധനവ് നൽകാൻ ഉടമസ്ഥർ സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് പറയാം അഹമ്മദാബാദ് മിൽ സമരവും ഒരു വിജയമാക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിലേക്ക് അല്ലെങ്കിൽ അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, അത് അനസൂയ സാരാഭായി ആണ്. ഓക്കെ, അനസൂയ സാരാഭായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാരഥിയായിട്ട് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിൻ്റെ സമയത്ത് അഹമ്മദാബാദ് മിൽ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അനസൂയ സാരാഭായി. നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ 1918 ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് ഗേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്, ഗേദ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ആ ഒരു കാലഘട്ടത്തിൽ വരൾച്ച ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വരൾച്ച ഉണ്ടാകുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും കൃഷിനാശം സംഭവിക്കുന്നുണ്ട്, കൃഷിയുടെ ഉൽപ്പാദനം കുറയുന്നുണ്ട്. അപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞിട്ടും ബ്രിട്ടീഷുകാർ മുൻ വർഷങ്ങളിൽ എത്രയാണോ നികുതി കൊടുത്തത് അതേ നികുതി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതേ നികുതി വേണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട കർഷകർക്ക് സാധിക്കുന്നില്ല. കാരണം അവർക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചറിൻ്റെ ഉൽപ്പാദനം, കൃഷിയുടെ ഉൽപ്പാദനം വളരെയധികം കുറഞ്ഞു. കാരണം വരൾച്ചയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആ നികുതിയിൽ ഇളവ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗേദയിലുള്ള കർഷകർ സമരം ചെയ്യുന്നത്. അവർ നികുതി കൊടുക്കില്ല എന്നല്ല പറയുന്നത്, നികുതിയിൽ ഇളവ് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മഹാത്മാഗാന്ധി എത്തുന്നത്. ആ സമയത്ത് മഹാത്മാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഒന്ന് സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ദുലാൽ യാഗ്നിക്കും ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ദുലാൽ യാഗ്നിക്കും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും ഉണ്ടായിരുന്നു. അതുപോലെ ചമ്പാരനിൽ മഹാത്മാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന നരഹരി പരീഖ്, അദ്ദേഹവും ഇവിടെ മഹാത്മാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേരാണ് ഗേദ സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയുടെ പങ്കാളികളായിട്ട് സഹായികളായിട്ട് ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇനി മഹാത്മാഗാന്ധി അവിടെ എത്തുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം ഇവിടെയാണ് മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു നിയമലംഘന പ്രസ്ഥാനം, ഇന്ത്യയിലെ ആദ്യത്തെ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് ചമ്പാരൻ ആയിരുന്നു. ഓക്കെ, ആദ്യത്തെ മഹാത്മാഗാന്ധിയുടെ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് ചമ്പാരൻ ആയിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയുന്നത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ്. ദെൻ മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ നിസ്സഹകരണ പ്രസ്ഥാനം, അല്ലെങ്കിൽ പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് ഗേദ സത്യാഗ്രഹമാണ്. അപ്പം നികുതി അടയ്ക്കരുത് എന്ന് കർഷകരോട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. കർഷകരും അത് അംഗീകരിക്കുന്നുണ്ട്. അവസാനം ബ്രിട്ടീഷുകാർ സമവായത്തിന് തയ്യാറാകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിക്കൊണ്ട് നികുതിയിൽ ഇളവ് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ട് കഴിവുള്ളവരിൽ നിന്ന് മാത്രമാണ് നികുതി പിരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് ബ്രിട്ടീഷുകാർ മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ വരുന്നത്. ദെൻ ചില ആൾക്കാർ പറയുന്നുണ്ട് 25% നികുതി ഇളവ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നികുതി ഇളവ് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കൊടുക്കാൻ ശേഷിയുള്ള ആൾക്കാർ മാത്രം സാമ്പത്തികമായിട്ട് അത് കൊടുത്താൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് ബ്രിട്ടീഷുകാർ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ പറയുന്ന ആദ്യത്തെ 3 സമരങ്ങളിലും ഗാന്ധിജിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാജ്യമൊട്ടാകെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം പിന്നീട് ഉയർന്നു വരുന്നുണ്ട്. ഓക്കെ, ഒരു ദേശീയ നേതാവായിട്ട് മഹാത്മാഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം പങ്ക് വഹിച്ച 3 കാര്യങ്ങളാണ് ചമ്പാരൻ, അഹമ്മദാബാദ്, അതുപോലെ തന്നെ ഗേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞു, 1919 വരുന്നുണ്ട്. അപ്പോൾ ഈ 1919 പ്രധാനമായിട്ടും 1-2 കാര്യങ്ങൾ സംഭവിക്കുന്ന വർഷമാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് 1919 ആകുന്ന സമയത്ത് ആഗോള തലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1919 വേൾഡ് വാർ 1, 1-ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നുണ്ട്. ആ 1-ാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോയിട്ട് ഒട്ടോമാൻ എംപയേഴ്സിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ ഖലീഫയെ പുറത്താക്കുന്നുണ്ട്. ഓക്കെ, ഖലീഫയെ പുറത്താക്കുന്നുണ്ട്. ഇത് ആഗോള തലത്തിൽ നടക്കുന്ന കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം.
അപ്പോൾ ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലീഡറായിട്ടുള്ള ആത്മീയ നേതാവ് ഗുരുവായിട്ടുള്ള ഖലീഫയെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ലോകമൊട്ടാകെ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ഖിലാഫത്ത് മൂവ്മെൻറ്റുകൾ മുസ്ലിങ്ങൾ ലോകമൊട്ടാകെ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നുണ്ട്. അത് ആഗോളതലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1919 നമ്മുടെ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോം വരുന്നുണ്ട്. ഓക്കെ, മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് വരുന്നുണ്ട്. ഈ സമയത്ത് വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെംസ്ഫോർഡ് വൈസ്രോയി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ 1919 ആക്ട് പ്രകാരം പുതിയ റീഫോംസ് സംഭവിക്കുന്നുണ്ട്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് സംഭവിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആക്ട് പൊതുവെ അറിയപ്പെടുന്നത് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആക്ട് എന്നാണ്. ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദ ഗവൺമെൻറ് എന്ന് അറിയപ്പെടുന്ന ബ്രിട്ടീഷ് നടപടിയായിരുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷ് നിയമമായിരുന്നു 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആക്ട് എന്നായിരുന്നു അവർ ഇതിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേ വർഷം തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു നിയമമാണ് റൗലത്ത് നിയമം എന്ന് പറയുന്നത്. ഇതിനെ മഹാത്മാഗാന്ധി വിളിച്ചത് കരി നിയമം എന്നാണ്. ഓക്കെ, മഹാത്മാഗാന്ധി വിളിച്ചതാണ് കരി നിയമം എന്ന് പറയുന്നത്. അപ്പോൾ റൗലത്ത് നിയമം എന്ന് പറയുന്ന സമയത്ത് ആളുകളെ യാതൊരു വിധത്തിലുള്ള വിചാരണയും കൂടാതെ തടങ്കലിലിടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് അത്രത്തോളം അധികാരം കൊടുക്കുന്ന, പവർ കൊടുക്കുന്ന ഒരു നിയമമാണ് റൗലത്ത് നിയമം 1919 വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെ, പ്രത്യേകിച്ചും ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലിടാൻ വേണ്ടിയിട്ട് ഈ നിയമം ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്നുണ്ട്. ജസ്റ്റ് അതൊന്നും എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെ വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ഇന്ന് നമുക്കത് സാധ്യമല്ല. ഇന്നിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കണം. അതായത് ട്രാവൽ ചെയ്യാനുള്ള സമയം ഒഴിവാക്കി 24 മണിക്കൂറിനുള്ളിൽ അയാളെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കണം എന്ന് നമുക്ക് നിയമമുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് അങ്ങനെയല്ല. അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർക്ക് 2 വർഷം വരെ രാഷ്ട്രീയ തടവുകാരെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പട്ടിണി വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം 1-ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന റിസോഴ്സസ് മുഴുവൻ, ഇന്ത്യയിലുണ്ടായിരുന്ന വിഭവങ്ങളെല്ലാം വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യയിലെ പട്ടിണിയും ദാരിദ്ര്യവും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഒരു പക്ഷേ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരെയൊക്കെ വിചാരണ കൂടാതെ തന്നെ പിടിച്ച് തടവിൽ വെക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് റൗലത്ത് നിയമം അല്ലെങ്കിൽ കരി നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഹേർബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഈ ഒരു മൗലിക അവകാശം എന്ന് വെച്ചാൽ ഒരു തരത്തിലും അവരെ പിന്നീട് വിട്ടുകിട്ടില്ല. ഇന്ന് നമുക്കെന്താണ്, അന്യായമായിട്ട് ഒരാളെ തടവിൽ വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 അണ്ടറിൽ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിച്ചുകൊണ്ട് റിട്ട് ഫയൽ ചെയ്യാൻ പറ്റും. അതിലെ ഒന്നാമത്തതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അത് പ്രകാരം അയാളെ റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും തടങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്. 2 വർഷം വരെ വിചാരണ കൂടാതെ ആളുകളെ തടങ്കലിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന മൗലിക അവകാശം റദ്ദാക്കപ്പെടുന്നതും ഇതേ സമയത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അവിടെ നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കണം. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു റൗലത്ത് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ പല സ്ഥലങ്ങളിലും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് റൗലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് മഹാത്മാഗാന്ധി രാജ്യവ്യാപകമായിട്ട് സത്യാഗ്രഹം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സത്യാഗ്രഹ സഭ അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. റൗലത്ത് നിയമത്തിനെതിരെ പ്രക്ഷോഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൗലത്ത് നിയമത്തിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി സത്യാഗ്രഹ സഭ രൂപീകരിക്കുന്നത്. അത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. മഹാത്മാഗാന്ധി സത്യാഗ്രഹ സഭ രൂപീകരിക്കുന്നത് ഏത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൗലത്ത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സത്യാഗ്രഹ സഭ വരുന്നത്. നിർബന്ധമായിട്ടും ഓർത്തു വയ്ക്കണം. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉപവാസം, പ്രാർത്ഥന, നിയമലംഘനം എന്നിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സമര രീതികളാണ് ഗാന്ധിജി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഉപവാസം, പ്രാർത്ഥന, നിയമലംഘനം വരുന്നുണ്ട്. അപ്പോൾ ഈ നിയമലംഘനം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1919 പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ഗ്രൗണ്ടിൽ ചുറ്റുമതിലുള്ള ഒരു ഗ്രൗണ്ടിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേരുന്നുണ്ട്. ഓക്കെ, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേരുന്നുണ്ട്.
ചുറ്റുമതിലുള്ള ഒരു സ്ഥലത്തേക്ക്. ഓക്കെ, അങ്ങനെ അത് 1919 വരുന്നത്. ഓക്കെ, ആ കാര്യം നമുക്കൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ കളി നിയമത്തിൻ്റെ കുറച്ചധികം ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കടുത്ത സെൻസർഷിപ്പും അതുപോലെ തന്നെ പൊതുയോഗങ്ങൾക്ക് നേരെയുള്ള നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പൊതുയോഗങ്ങളോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സമ്മേളനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രാജ്യദ്രോഹ കേസുകൾക്ക് ജൂറി ഇല്ലാതെ കോടതിയിൽ അടച്ചിട്ട വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ റൗലത്ത് നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി ഇത് അറിയപ്പെടുന്നതാണ് അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം അല്ലെങ്കിൽ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നും റൗലത്ത് നിയമം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൗലത്ത് ആക്ട് ആണ്. അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇനി ബ്രിട്ടീഷ് ന്യായാധിപനായിട്ടുണ്ടായിരുന്ന സർ സിഡ്നി റൗലത്തിൻ്റെ നേതൃത്വത്തിലുള്ള സെഡീഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ്റെ ബേസിലാണ് ഈ ഒരു റൗലത്ത് നിയമം നടപ്പാക്കുന്നത്. അപ്പം സർ സിഡ്നി റൗലത്ത്, അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ റൗലത്ത് ആക്ട് എന്നുള്ള പേര് ഇതിന് കിട്ടുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഇവിടെ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് രാജ്യവ്യാപകമായിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമായിരുന്നു 1919 ഏപ്രിൽ 13 ഒരു വൈശാഖി ദിനത്തിൽ പഞ്ചാബിലെ അമൃത്സറിൽ ഒരു പൊതു മൈതാനത്തിൽ ഒരുപാട് ആൾക്കാർ സമ്മേളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് ജനറൽ ഡയർ, ഓക്കെ, ഈ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണേ, ജനറൽ ഡയറുടെ നേതൃത്വത്തിൽ, ജനറൽ ഡയർ എന്ന് പറയുന്നത് ഈ പോലീസ് സേനയുടെ തലവനായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ പോലീസ് സേനയുടെ തലവനായിട്ടുള്ള ജനറൽ ഡയർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സേന അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ കൂടി നിന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് നേരെ യാതൊരു വിധത്തിലുള്ള പ്രകോപനവും കൂടാതെ, ഒരു മുന്നറിയിപ്പും നൽകാതെ, കുട്ടികളാണോ മുതിർന്നവരാണോ എന്നുള്ളതൊന്നും തന്നെ നോക്കാതെ നിരായുധരായിട്ടുള്ള ആ ആൾക്കാർക്ക് നേരെ ജനറൽ ഡയറിൻ്റെ സൈന്യം അല്ലെങ്കിൽ പോലീസുകാർ വെടിവെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ മുഴുവൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ച് വീഴുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇതിനെയാണ് നമ്മൾ ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി ഈ ഏപ്രിൽ 13 എന്തുകൊണ്ടാണ് ഇവർ ഏപ്രിൽ 13 ഇവിടെ സമ്മേളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് റൗലത്ത് ആക്ട് പിൻവലിക്കുക അല്ലെങ്കിൽ റൗലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു, ജനങ്ങളുടെ ഒരു സമ്മേളനമായിരുന്നു ഈ പറയുന്ന ജാലിയൻ വാലാബാഗിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത്, ഈ റൗലത്ത് ആക്ട് പ്രകാരം രാഷ്ട്രീയ തടവുകാരെ 2 വർഷം വരെ തടങ്കലിൽ വെക്കാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പഞ്ചാബിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളെയും അവർ പിടിച്ച് ജയിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 10 പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയും അവർ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് എതിരായിട്ട് പ്രതിഷേധിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഏപ്രിൽ 13 ഇവർ സമ്മേളിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പൊതുസമ്മേളനത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഏപ്രിൽ 10 ഉണ്ടായിരുന്ന വെടിവെപ്പിനെ അപലപിച്ചും അതുപോലെ തന്നെ നേതാക്കളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു ഇവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്, അമൃത്സറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ ആ വാർത്ത അറിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്ന ജനറൽ ഡയറിൻ്റെ സൈന്യം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ഫയർ ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം 300-ലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലുള്ള പല ആൾക്കാരും പറയുന്നത് 700-ലധികം ആൾക്കാർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് വരുന്നുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും അറിയോ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു എന്നുള്ളത്? ഈ വെടിവെപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ജനറൽ ഡയർ ആയിരുന്നു. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കണേ, ജനറൽ ഡയർ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെടിവെപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന പോലീസ് മേധാവി എന്ന് പറയുന്നത് ജനറൽ ഡയർ ആണ്. എന്നാൽ അതേ സമയത്ത് പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ എന്താണ്, ഉത്തരം എന്താണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ. ഓക്കെ, ഇത് ഈ ഒരു പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. വൈസ്രോയി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമാണ്, പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. 1919 അപ്പോൾ സ്വാഭാവികമായിട്ടും മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോം ഓർത്താൽ മതി. അപ്പോൾ ചെംസ്ഫോർഡാണ്. ഓക്കെ, ചെംസ്ഫോർഡാണ് ആ സമയത്ത് നമ്മുടെ വൈസ്രോയി എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു? ഓക്കെ, ഇനി ഐഡിയ, പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു? യെസ്, ഡയർ ആണ്. ഓക്കെ,
ഒ ഡയർ ആയിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ പഞ്ചാബിലെ ഗവർണർ ഒ ഡയർ ആയിരുന്നു, എന്നാൽ ഇതിന് വെടിവെപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ജനറൽ ഡയർ ആയിരുന്നു. ഈ രണ്ട് കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി പിന്നീട് 1940 ആകുന്ന സമയത്ത് മൈക്കിൾ ഒ ഡയർ. ഓക്കെ, 1940 ആകുന്ന സമയത്ത് ഈ മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ പോയിട്ട് വധിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, 1940 ലണ്ടനിൽ പോയിട്ട് വധിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരറിയാം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിനിമയൊക്കെ റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത കാലത്ത് ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹം പോയി വധിക്കുന്നത് ഈ പഞ്ചാബിലെ ഗവർണറെയാണ്. വെടിവെച്ചിട്ടുള്ള ഈ ഒരു ജനറൽ ഡയറിനെയല്ല, മറിച്ച് മൈക്കിൾ ഒ ഡയറിനെയാണ് പോയിട്ട് വെടിവെക്കുന്നത്. എക്സാക്ട്ലി, ഉദ്ധം സിംഗ്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ, ഉദ്ധം സിംഗ്. അപ്പോൾ ഉദ്ധം സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എത്തുകയും അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഉദ്ധം സിംഗിനെ ബ്രിട്ടീഷുകാർ സ്വാഭാവികമായിട്ടും പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചിട്ട് 1940 തന്നെ, അന്ന് അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സായിരുന്നു, ആ സമയത്ത് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ പേരായിട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നുള്ള പേരായിരുന്നു. ഓക്കെ, റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നുള്ള ആ ഒരു പേരായിരുന്നു ഉദ്ധം സിംഗ് ആ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന വിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ് വധിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പഞ്ചാബിലെ ഗവർണറായിട്ടുള്ള ഡയറിനെയാണ്, അല്ലാതെ വെടിവെപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ജനറൽ ഡയറിനെ അല്ല. ഓക്കെ, മൈക്കിൾ ഒ ഡയറിനെയാണ് ഇദ്ദേഹം വധിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്, അദ്ദേഹം വധിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അങ്ങനെ ഈ കൂട്ടക്കൊല നടന്നതിനെ തുടർന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിനെ തുടർന്നുകൊണ്ട് പിന്നീട് ഹണ്ടർ കമ്മീഷനൊക്കെ വരുന്നുണ്ട്. ജാലിയൻ വാലാബാഗിനെ തുടർന്നുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1650 റൗണ്ട് വെടിവെച്ചിട്ടുണ്ടായിരുന്നു. 10-15 മിനിറ്റോളം ആ വെടിവെപ്പുകൾ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ റിപ്പോർട്ട് പ്രകാരം, കണക്ക് പ്രകാരം 379 പേരാണ് മരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ കണക്ക് പ്രകാരം 1000-ലധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ മദൻ മോഹൻ മാളവ്യയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പറയുന്നത് 500-ലധികം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, 500-ലധികം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഡയർ തന്നെ തൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് ഇത് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ജനറൽ ഒ ഡയർ പറയുന്നുണ്ട്. ഡയർ പറയുന്നുണ്ട്. ഓക്കെ, വെടിവെച്ച പോലീസ് മേധാവിയായിട്ടുള്ള ഡയർ പറയുന്നുണ്ട്. പിന്നീട് ഈ ഡയറിൻ്റെ കുറ്റകൃത്യത്തിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. പക്ഷേ ആ കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡയറിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, ആ കമ്മിറ്റിയുടെ പേരും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം, ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, ഹണ്ടർ കമ്മീഷൻ വരുന്നുണ്ട്. ഈ പഞ്ചാബ് കൂട്ടക്കൊലയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ചിട്ടുണ്ടായിരുന്ന കമ്മീഷൻ്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഹണ്ടർ കമ്മീഷൻ പൂർണ്ണമായിട്ടും ജനറൽ ഡയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത നടപടി തീർച്ചയായിട്ടും വളരെ നല്ലതാണ് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൻ്റെ പേരാണ് ദ ഡിസോർഡേഴ്സ് എൻക്വയറി കമ്മിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ലോർഡ് ഹണ്ടറാണ്. ഒക്ടോബർ 14, 1919 ഇത് സ്ഥാപിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പം സ്വാഭാവികമായിട്ടും ഈ ജനറൽ ഡയർ ചെയ്തത് തന്നെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഹണ്ടർ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ടും കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും ഇന്ത്യക്കാർക്ക് അസ്തമിക്കുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വെക്കണം. ഇനി ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 1927 സെറിബ്രൽ ഹെമറേജ് ഓക്കെ അത് ബാധിച്ചുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ചുകൊണ്ട് ജനറൽ ഡയർ മരിക്കുന്നുണ്ട്. ജനറൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് 1940 കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ദെൻ ജനറൽ ഡയറിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ഇന്ത്യയിൽ കൂടുതൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വിചാരണയും നേരിടേണ്ടതായിട്ട് വരുന്നില്ല. ദെൻ ബ്രിട്ടനിലേക്ക് എത്തുന്ന സമയത്ത് രാജാവും ബ്രിട്ടനിലുണ്ടായിരുന്ന പ്രഭുക്കളും അദ്ദേഹത്തിന് നായകനായിട്ടാണ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇതാണ് പിന്നീട് 1920 നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിലേക്കൊക്കെ നയിക്കുന്നത്. ജസ്റ്റ് ജാലിയൻ വാലാബാഗിൽ ഉണ്ടായിട്ടുള്ള വെടിവെപ്പ് മാത്രമല്ല, അതിനെ
ന്യായീകരിച്ചുകൊണ്ട് ഹണ്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ടും കൂടെ വന്നു. ഇതോടു കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരു തരത്തിലും നീതി ലഭിക്കുകയില്ല എന്ന പൂർണ്ണ വിശ്വാസം വന്നതോടു കൂടിയിട്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വെക്കണം. ഇനി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, ചില പ്രധാനപ്പെട്ട അവരുടെ ആ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ചില സമീപനങ്ങൾ ഉണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാത്മാഗാന്ധി തനിക്ക് ബോവർ യുദ്ധത്തിലെ സേവനത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ബോവർ യുദ്ധം, ആ യുദ്ധത്തിൽ മഹാത്മാഗാന്ധി യുദ്ധത്തിൽ പരിക്കേറ്റ ആൾക്കാർക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നിരവധിയായിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ നടപടികളിൽ അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാനപ്പേര് അല്ലെങ്കിൽ ഒരു പദവിയായിരുന്നു കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്നത്. ഈ കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ആ ഒരു മെഡൽ സ്ഥാനപ്പേര് മഹാത്മാഗാന്ധി തിരിച്ചു നൽകുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നിട്ടാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ അന്നത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന മോത്തിലാൽ നെഹ്റു, ദെൻ CR ദാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലുള്ള ആ ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സർ പദവി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനമാനങ്ങളും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മലയാളിയുടെ ഒരു പ്രതിഷേധം കൂടെ ചിലപ്പം ഇവിടെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ചേറ്റൂർ ശങ്കരൻ, ഓക്കെ, ചേറ്റൂർ ശങ്കരൻ അല്ലെങ്കിൽ C. ശങ്കരൻ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ചേറ്റൂർ ശങ്കരൻ അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഒരു മെമ്പറായിരുന്നു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഒരു മെമ്പറായിരുന്നു. അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേറ്റൂർ ശങ്കരൻ അല്ലെങ്കിൽ C. ശങ്കരൻ അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു മെമ്പറായിരുന്നു. അവിടെ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹവും തൻ്റെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻഷ്യൽ സ്ഥാനം അംഗീകരിച്ച അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സ്ഥാനം അലങ്കരിച്ച ഒരേ ഒരു മലയാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചേറ്റൂർ ശങ്കരൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻഷ്യൽ പദവി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു മലയാളി എന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരനാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വെക്കണം. ദെൻ അടുത്തത് ഇതേ സമയം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻസ്റ്റൺ ചർച്ചിൽ അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന, അതായത് അവിടെ ഉണ്ടായിരുന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ H. അസ്കിത്ത് തുടങ്ങിയവർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ ഒരു കൂട്ടക്കൊലയെ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ സ്വാഭാവികമായിട്ടും അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം പങ്കെടുക്കുന്നത്. ഓക്കെ, ചേറ്റൂർ ശങ്കരൻ അദ്ദേഹം അമരാവതി, അതായത് ആന്ധ്രാപ്രദേശിലെ അമരാവതി സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം പങ്കെടുക്കുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചാൽ മതി. അതേ അമരാവതി സമ്മേളനത്തിൽ തന്നെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മലയാളി ആയിട്ടുണ്ടായിരുന്ന മാധവൻ, ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അൺടച്ചബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ പഞ്ചാബിലെ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടുള്ള മൈക്കിൾ ഒ ഡയറുടെ നടപടികളെ വിവിധ രൂപത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എന്നാൽ അതേ സമയം കൊണ്ട് തന്നെ അപലപിച്ചുകൊണ്ടും പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ബ്രിട്ടനിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് ഒരു സൈഡ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സൈഡാണ്. ഓക്കെ, ഇതിൽ പ്രതിഷേധിച്ചിട്ടുള്ള ആൾക്കാരും അവരുടെ പ്രതിഷേധ നടപടികളും ഏതായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇനി എങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ 1920 ശേഷമുള്ള നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ ഇനി എങ്ങനെയാണ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പഞ്ചാബിലുണ്ടായിട്ടുള്ള ഈ ഒരു ഹീനകൃത്യത്തിന് എതിരായിട്ട് 1920 ആകുന്ന സമയത്ത് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നുണ്ട്. 1920 മുതൽ ചൗരി ചൗര സംഭവം നടക്കുന്നത് വരെ 1922 വരെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം അദ്ദേഹം ആരംഭിക്കുന്നത്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന നടപടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരുന്നു സർക്കാർ നൽകിയ സ്ഥാനപ്പേരുകളും ബഹുമതികളും തിരിച്ചു നൽകണം. അപ്പോൾ മഹാത്മാഗാന്ധി കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകി, അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി തിരിച്ചു നൽകി. ദെൻ ചേറ്റൂർ ശങ്കരൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പർ എന്നുള്ള
സ്ഥാനം അത് അദ്ദേഹം ബഹിഷ്കരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പേരറിയാത്ത അല്ലെങ്കിൽ നമ്മൾ പേര് പറയാത്ത മറ്റൊരുപാട് രാഷ്ട്രീയ നേതാക്കളും അവരുടെ പലതരത്തിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളും നിയമസഭകളും ബഹിഷ്കരിക്കുക. ഇതൊന്ന് ശ്രദ്ധിക്കണേ, നിയമസഭകളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നതോട് കൂടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ വീണ്ടും ഒരു സ്പ്ലിറ്റ് നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമസഭകളിലെ ആ സ്ഥാനം നമ്മൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, കാക്കിനാടയാണ്. ഓക്കെ, ടി.കെ. മാധവൻ കാക്കിനാട സമ്മേളനത്തിൽ 1924 പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അമരാവതി അല്ല, കാക്കിനാടയാണ്. ഓക്കെ, ഞാൻ അവിടെ ജസ്റ്റ് ടി.കെ. മാധവൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊരു മെമ്മറി മിസ്റ്റേക്കാണ്. 1924 കാക്കിനാട സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, മാധവൻ ഈ രൂപത്തിലുള്ള അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഐത്തത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടും വരുന്നത് കാക്കിനാടയും വരുന്നത് ആന്ധ്രാപ്രദേശാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നു പോയതാണ്. ഓക്കെ, താങ്ക് യു ശ്രീവിദ്യ. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ രീതി ബഹിഷ്കരിക്കുക എന്നുള്ളൊരു ആശയം മുന്നോട്ടേക്ക് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ധാരാളം ഇന്ത്യൻ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ അല്ലെങ്കിൽ ജാമിയ മില്ലിയ എന്ന് പറയുന്നത്. 1920 ഇത് ആരംഭിക്കപ്പെടുന്നത്. കാരണം ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിച്ച് വരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് ജാമിയ മില്ലിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് കോടതികൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. ഇതിനടുത്തത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ഫോറിൻ ഗുഡ്സ് ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ നിസ്സഹകരണത്തിൻ്റെ മാർഗങ്ങളായിക്കൊണ്ട് മഹാത്മാഗാന്ധി മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓക്കെ, ഇനി ഇതേ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1919 ആഗോളതലത്തിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ആഗോളതലത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ മഹാത്മാഗാന്ധി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. അലി ബ്രദേഴ്സുമായിട്ട് ചേർന്നിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. ഓക്കെ, അലി ബ്രദേഴ്സാണ് നമ്മുടെ ഇന്ത്യയിലെ ഖിലാഫത്ത് മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അവിടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഈ സമയത്ത് ബാലഗംഗാധര തിലകൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മഹാത്മാഗാന്ധിയുടെ അടുത്ത് ഇത്തരത്തിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിനെയും ഖിലാഫത്ത് മൂവ്മെൻറ്റിനെയും ഒരുമിച്ച് കൊണ്ടുപോകരുത്, ഖിലാഫത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ, ഞാൻ അതിനെന്ത് ചെയ്യില്ല, ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ ബാലഗംഗാധര തിലക് പറയുന്നുണ്ട്. ഓക്കെ, ബാലഗംഗാധര തിലക് പറയുന്നുണ്ട് ഈ രൂപത്തിൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഉണ്ടാകുന്ന കാലത്തോളം ഞാനിത് എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ 1919 ബാലഗംഗാധര തിലക് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് മഹാത്മാഗാന്ധി ആ ഒരു നേതൃത്വം ഏറ്റെടുക്കുന്നതും അതിനുശേഷം പിന്നീട് ഈ രണ്ട് പ്രതിഷേധങ്ങളെയും കൂടെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഖിലാഫത്ത് പ്രശ്നം പരിഹരിക്കുക എന്നുണ്ടായിരുന്നു. രണ്ടാമത്തത് പഞ്ചാബിൽ ബ്രിട്ടീഷുകാർ ചെയ്ത ആ ഒരു തെറ്റ് എന്ത് ചെയ്യണം, അവർ തിരുത്തണം. അടുത്തത് സ്വരാജ് സ്ഥാപിക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. പൂർണ്ണ സ്വരാജ് അല്ല, സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം സ്വരാജ് എന്ന് പറയുന്നത് 1905 തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ തന്നെ സ്വരാജ് ഒരു ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേ സ്വരാജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ 1920 ആകുന്ന സമയത്ത് നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്നാൽ മഹാത്മാഗാന്ധി 1920 ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് തൻ്റെ പ്രതിഷേധ മാർഗങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് തൻ്റെ അനുയായികളെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1922 ഫെബ്രുവരി 5 ഒരു പോലീസ് സ്റ്റേഷന് വിപ്ലവകാരികൾ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ബ്രിട്ടീഷുകാരുടെ ഒരു പോലീസ് സ്റ്റേഷന് തീ വയ്ക്കുന്നുണ്ട്. അതിൽ ഏകദേശം 22-23 പോലീസുകാർ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും 20-ലധികം പോലീസുകാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അക്രമാസക്തമായിട്ടുള്ള പാതയിലേക്ക് പോയി. ഓക്കെ, അക്രമം എന്ത് ചെയ്തു, കൈക്കൊണ്ടു.
അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഞാൻ എൻ്റെ ആശയങ്ങൾ കൃത്യമായി പഠിപ്പിക്കാതെ അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാതെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്കാരെ ഇത്തരത്തിലുള്ളൊരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായിട്ടും നിസ്സഹകരണ പ്രസ്ഥാനമോ സത്യാഗ്രഹ പ്രസ്ഥാനമോ അല്ലെങ്കിൽ സത്യാഗ്രഹം എന്ന് പറയുന്ന സമരമുറയോ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. അത് തൻ്റെ ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആയിരുന്നു എന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ഈ ചൗരി ചൗര സംഭവത്തിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചൗരി ചൗര സംഭവം നടന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ നടപടിയാണ് മഹാത്മാഗാന്ധി അതൊരു ഹിമാലയൻ ബ്ലണ്ടർ ആയിരുന്നു, ഒരു ഹിമാലയൻ മണ്ടത്തരമായിരുന്നു എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിക്കുന്നത് ഇതാണ്. കാരണം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ത്യക്കാരെ സത്യാഗ്രഹം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അത് തൻ്റെ ഫെയിലിയർ ആണ് എന്ന് മഹാത്മാഗാന്ധി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്തു വെക്കണം. സോ ഇതാണ് ഈ ഒരു അക്രമ സംഭവത്തിൽ അതിൽ മനം നൊന്തുകൊണ്ട് മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ അദ്ദേഹം പിൻവലിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മഹാത്മാഗാന്ധി ഇത് പിൻവലിച്ച സമയത്ത് മറ്റ് ദേശീയ നേതാക്കളൊക്കെ ഇതിനെ അപലപിക്കുന്നുണ്ട്, മഹാത്മാഗാന്ധിയോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അദ്ദേഹം ചൗരി ചൗര സംഭവത്തിനെ തുടർന്നുകൊണ്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നുണ്ട്. ഓക്കെ, ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, യെസ്. ഇനി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉണ്ടായിട്ടുള്ള ആ രാജ്യവ്യാപകമായിട്ടുള്ള സമരങ്ങളെക്കുറിച്ചിട്ടും രാജ്യവ്യാപകമായിട്ടുള്ള ഉണർവിനെ കുറിച്ചിട്ടുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അന്ന് 1920 നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് മഹാത്മാഗാന്ധിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ആൾക്കാരെ ഇവിടെ നിങ്ങൾക്ക് കാണാം. രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി, വല്ലഭായ് പട്ടേൽ, C രാജഗോപാലാചാരി, ജവഹർലാൽ നെഹ്റു, ഹക്കീം അജ്മൽ ഖാൻ, അതുപോലെ തന്നെ സെയ്ഫുള്ള കിച്ലു ആൻഡ് ഡോ സത്യപാൽ വരുന്നുണ്ട്. ഓക്കെ, സെയ്ഫുള്ള കിച്ലു ആൻഡ് സത്യപാൽ വരുന്നുണ്ട്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഈ സെയ്ഫുള്ള കിച്ലു അല്ലെങ്കിൽ സത്യപാൽ ഇവരുടെ നേതൃത്വത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൗലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സമരങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈഫുള്ള കിച്ലു, ഡോ സത്യപാൽ, ഈ രണ്ട് പേരും കൂടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇവരൊക്കെ മഹാത്മാഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. ഹിന്ദു മതത്തിലും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലും പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു സമരമായിരുന്നു ഈ പറയുന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വിവിധ മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഒരു സമരമായിരുന്നു ഇത്. ഓക്കെ, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും വിവിധ മതത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഉണർവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പെട്ടെന്ന് കെട്ടടങ്ങുകയാണ് ചെയ്യുന്നത്. ആ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പെട്ടെന്ന് കെട്ടടങ്ങിയതോട് കൂടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്വാതന്ത്ര്യം കിട്ടുന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ വളരെയധികം വൈകാരികമായിട്ട് ദേശീയ മുന്നേറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ വന്നു. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ലീഡർ പറയാണ് ഞാൻ ഇത് പിൻവലിച്ചു എന്ന് പറയുന്ന സമയത്ത് അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അതാണ് നോ ചേഞ്ചേഴ്സ് അതുപോലെ തന്നെ പ്രോ ചേഞ്ചേഴ്സ് എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അത് മാത്രമല്ല, നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം വിദ്യാർത്ഥികളൊക്കെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ വിദ്യാർത്ഥികളൊക്കെ അവരുടെ വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ആ ഒരു സമര പോരാട്ട വീര്യം, ആ വിപ്ലവം മനസ്സിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വിപ്ലവ വീര്യത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, സമരമുഖത്തേക്ക് വരുന്നത്. അവർക്ക് പക്ഷേ ആ വിപ്ലവ വീര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പോരാട്ട വീര്യത്തോടു കൂടി സമരമുഖത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ റവല്യൂഷണറി ടെററിസത്തിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, റവല്യൂഷണറി ടെററിസത്തിലേക്ക് അവർ പിന്നീട് മാറുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പുതിയ മാർഗ്ഗത്തിലേക്ക് അവരെന്ത് ചെയ്യാണ്, മാറാണ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഹീറോയിസം അല്ലെങ്കിൽ റവല്യൂഷണറി ടെററിസം എന്നുള്ള രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമിയുടെയൊക്കെ ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. ഇനി ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം അമൃത്സർ അല്ലെങ്കിൽ പഞ്ചാബിലുണ്ടായിരുന്ന കൂട്ടക്കൊലയിലേക്ക് നയിച്ച ആ സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏപ്രിൽ 9, 1919 എന്ത് ചെയ്യുന്നുണ്ട്,
അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നേതാക്കളായിട്ടുള്ള സൈഫുദ്ദീൻ കിച്ചുലിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട്, കാരണം ഇവരാണ് റൗലത്ത് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പഞ്ചാബിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡോ സൈഫുദ്ദീൻ കിച്ചുലുവും അതുപോലെ തന്നെ സത്യപാലും ആയിരുന്നു. ഓക്കെ, ഡോ സത്യപാലും ഡോ സൈഫുദ്ദീൻ കിച്ചുലുവുമായിരുന്നു. ഇവരായിരുന്നു അമൃത്സർ അല്ലെങ്കിൽ പഞ്ചാബിൽ പ്രധാനമായിട്ടും റൗലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഷേധിച്ചുകൊണ്ട് ഏപ്രിൽ 10 നടക്കുന്ന ഈ ഒരു സമ്മേളനം, ഓക്കെ, ആ ഒരു സമ്മേളനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അമൃത്സറിൽ ഉടനീളം ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 13 വരെ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ 13 ഈ നഗരത്തിൽ അല്ലെങ്കിൽ പഞ്ചാബിലെ അമൃത്സറിൽ പട്ടാള നിയമം അല്ലെങ്കിൽ മാർഷൽ ലോ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അമൃത്സറിലെ ഇത്തരം 300 ആൾക്കാർ അവിടെ സമ്മേളിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, മാർഷൽ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 അതിലധികമോ ആൾക്കാർ കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് മാർഷൽ ലോ എന്ന് പറയുന്നത്. ഇവിടെ 300 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ ഒരുമിച്ച് ചേർന്നത്. അപ്പം അവരെ ഒരു പാഠം പഠിപ്പിക്കണം. കാരണം ഈ ഒരു മാർഷൽ ലോ നടപ്പാക്കിയ സമയത്ത് അത് ലംഘിച്ചുകൊണ്ട് അവർ വന്നതാണ്. അപ്പോൾ അവരൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ജനറൽ ഡയർ ഇവർക്ക് നേരെ എന്ത് ചെയ്യുന്നത്, നിറവൊഴിക്കുന്നത് അല്ലെങ്കിൽ അവരെ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവം എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അമൃത്സറിൽ എന്താ നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ പിന്നീട് ബാധിക്കുന്നത് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, ഇപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, യെസ്. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസ്കഷൻ ഇവിടെ വെക്കുകയാണ്. അങ്ങനെ മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ആ ഒരു പ്രതികാരത്തിൻ്റെ കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. മൈക്കിൾ ഒ ഡയർ, ഓക്കെ, മൈക്കിൾ ഒ ഡയർ വരുന്നുണ്ട്. കാരണം അദ്ദേഹമായിരുന്നു 1919 പഞ്ചാബിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഓർത്ത് വയ്ക്കണം. മൈക്കിൾ ഒ ഡയർ എന്ത് ചെയ്യുന്നുണ്ട്, പഞ്ചാബിലെ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മാർച്ച് 13, 1940 അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കാങ്സ്റ്റൺ ഹാളിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കാങ്സ്റ്റൺ സംഭവം എന്നുള്ള രൂപത്തിലേക്കും പറയാറുണ്ട്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വയ്ക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇദ്ദേഹം ഒരു വ്യക്തിഗതമായിട്ടുള്ള പ്രതികാരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഡിവിജ്വൽ ഹീറോയിസം. അതായത് വ്യക്തിഗതമായിട്ട് ഓരോരുത്തരും അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിന് കാരണം ഈ പറയുന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്തതാണ്. അതിനാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഹീറോയിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്ധം സിംഗും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇനി ഉദ്ധം സിംഗിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹം ഗദ്ദർ പാർട്ടിയുമൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന, അതായത് ഹർദയാൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഗദ്ദർ പാർട്ടിയുമൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. അതിന് ഡീറ്റെയിൽഡ് നോട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഗദ്ദർ പാർട്ടി, അതുപോലെ തന്നെ കോമഘട്ട മാറു ഇൻസിഡൻറ്റ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നോട്ട്, അതായത് സ്വരാജ് അല്ലെങ്കിൽ നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു നോട്ടിൽ ബംഗാൾ വിഭജനം, ബംഗാൾ പാർട്ടീഷൻ ആൻഡ് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു നോട്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. ഓക്കെ, എന്തായിരുന്നു ഗദ്ദർ പാർട്ടി എന്നുള്ളത്, അതുപോലെ തന്നെ എന്തായിരുന്നു കോമഘട്ട മാറു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. അതായത് പഞ്ചാബിൽ നിന്ന് പോകുന്ന ഒരു കപ്പലുണ്ടായിരുന്നു. ഓക്കെ, അതെന്ത് ചെയ്യുന്നില്ല, ലണ്ടനിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അതിനെ തുടർന്നുകൊണ്ട് കാനഡയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു കോമഘട്ട മാറു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യണം, ഒന്ന് വായിച്ച് നോക്കുക. അവിടെ നിന്നൊക്കെ ചിലപ്പം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അതുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന, ഗദ്ദർ പാർട്ടിയുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞ സമയത്ത് അതും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി മഹാത്മാഗാന്ധിയുടെ മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ജനകീയ പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്. മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ നീതിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ന്യായമായിട്ടുള്ള നടപടികൾ എടുക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ബ്രിട്ടീഷ് ക്രൂരത നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഈവൻ മഹാത്മാഗാന്ധിയും ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത് ഈ ഒരു സമയമാണ്. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. ഇവിടെ പല ആൾക്കാരും പറയാറുണ്ട് ഈ റൗലത്ത് സത്യാഗ്രഹം ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആയിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ റൗലത്ത് സത്യാഗ്രഹത്തിന്
അതിനെ തുടർന്നുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം ലോഞ്ച് ചെയ്യുന്നത്. ആ നിസ്സഹകരണ പ്രസ്ഥാനം എന്താണെന്നുള്ളത് ജനങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കാതെ താൻ എന്ത് ചെയ്തു, അത് ആരംഭിച്ചു. അതൊരു ഹിമാലയൻ ബ്ലണ്ടറാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പം നമ്മുടെ PSC എക്സാമിനേഷനിൽ ചില സമയത്തൊക്കെ റൗദത്ത് സത്യാഗ്രഹത്തിനെ പിൻവലിച്ചത് ഗാന്ധിജി ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശരിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അത് ഈ ഒരു പെർസ്പെക്റ്റീവിലാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നതിനെയാണ് മഹാത്മാഗാന്ധി ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്നത്. അത് മഹാത്മാഗാന്ധി മാത്രമല്ല, മോത്തിലാൽ നെഹ്റു അടക്കമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതോട് കൂടിയിട്ടാണ്, അതായത് 1919 ജാലിയൻ വാലാബാഗ് സമരത്തിനോട് കൂടിയിട്ട് പിന്നീട് വരുന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് ഇന്ത്യൻ സമരത്തിനെ ഒരു ബഹുജന പ്രക്ഷോഭത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നത്. ജനപങ്കാളിത്തം കൊണ്ടുവന്ന് വിവിധ തരത്തിലുള്ള ജനങ്ങൾ, ഇവിടെ നിങ്ങൾ നോക്കുക, എലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ശേഷം നിങ്ങൾ നോക്കുക, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ജനസാഗരം തന്നെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ജനകീയ പ്രക്ഷോഭമായിട്ട്, ജനകീയ സംഘടനയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതിന് കാരണമാകുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റും ഈ ജാലിയൻ വാലാബാഗ് സംഭവങ്ങളും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓവറോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഐഡിയ നിങ്ങളുടെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതുകൊണ്ട് ഞാൻ ആ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, എന്നാലും നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ട് ആ ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞു എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്, ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചുകൂടെ നോട്ടുകൾ, കുറച്ചുകൂടെ കണ്ടൻറ്റ് വരുന്ന നോട്ടുകൾ, മഹാത്മാഗാന്ധിയുടെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നോട്ട് ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു എവരിവൺ. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. ദെൻ നിങ്ങളോട് എപ്പോഴും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്കിനി ആ കൂടെ തൊട്ട് മുമ്പിൽ പ്രിലിംസിനുള്ളത് ഏകദേശം ഒരു 100-120 ദിവസമാണ്. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, ഈ 120 ദിവസം അല്ലെങ്കിൽ 100 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ പഠിച്ച് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ പോലും എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ടുള്ള നമ്മുടെ ഇപ്പം KS റാങ്കിൽ നമ്മൾ ഇതുവരെ എടുക്കുന്ന, ഇനി അങ്ങോട്ടേക്ക് എടുക്കാൻ പോകുന്ന ടോട്ടൽ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 400 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളായിരിക്കും. അതിലിപ്പോൾ ഏകദേശം ഒരു 170 മണിക്കൂറോളം ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള 100 ദിവസങ്ങൾ ഏകദേശം ഡെയിലി 2 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണെങ്കിൽ പോലും അത് 200 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ വരും. ഓക്കെ, 200 മണിക്കൂർ. അപ്പം ടോട്ടലായിട്ട് ഒരു 400 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളായിരിക്കും മൊത്തം നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 ദിവസങ്ങളിൽ ഒരു 4 മണിക്കൂർ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കണ്ടു തീർക്കുകയും ഒരു 2 മണിക്കൂർ റിവിഷനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. സോ അതാണ് ഇവിടെ പറയുന്നത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫെയിൽ ആവുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കമ്പനി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് 2 കോഴ്സുകളാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടിരിക്കുന്നത്. ഒന്ന് ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് നമ്മുടെ യൂട്യൂബിലൊക്കെയുള്ള ക്ലാസ്സുകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ക്ലാസ്സസ്, യൂട്യൂബിൽ നടക്കുന്ന ക്ലാസ്സുകളുടെ റെഗുലർ ക്ലാസ്സുകളുടെ, അതായത് സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള കോർ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതാണ് ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ അകത്ത് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. കറൻ്റ്ലി നമ്മുടെ ടെസ്റ്റ് സീരീസ് റണ്ണിങ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും. ടെസ്റ്റ് സീരീസ് നിങ്ങൾ ആ ഒരു കോഴ്സ് സെഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മിനി ടെസ്റ്റ്, അതും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സബ്ജക്റ്റുകൾ, ഓരോ ക്ലാസ്സുകൾ കഴിയുന്നതിനനുസരിച്ചിട്ട് മിനി ടെസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് അടക്കമുള്ള നോട്ട്സ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മെൻറ്റർഷിപ്പ് ബാച്ച് അതിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ടുള്ള PYQ ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് സെഷൻസ്, ദെൻ റിവിഷൻ ക്ലാസ്സസ്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് മെൻറ്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഒരു കോംബോ ഓഫർ, അതായത് ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോംബോ ഓഫർ ഇപ്പോൾ കറൻ്റ്ലി 1200 രൂപയാണ് ഈ 2 ബാച്ചിനും കൂടെ വരുന്നത്. ഇനി ഇതിൽ ടെസ്റ്റ് സീരീസ് ബാച്ച് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ബാച്ച് മാത്രമായിട്ട് ആക്സസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതും കറൻ്റ്ലി നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.